പ്രഭാത പ്രാർത്ഥന. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റുതീ അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഈ ലോകത്തിലേക്ക് വിവിധങ്ങളായ ദൗത്യങ്ങൾ നൽകിക്കൊണ്ട് ദൈവപിതാവിൻ്റെ മനസ്സിലുള്ളത് നിറവേറ്റി തിരികെ പിതാവിൻ്റെ ഭവനത്തിൽ മടങ്ങിയെത്തുവാൻ തക്കവണ്ണം ജീവിക്കുവാൻ ഒരു ദിനം കൂടെ ദാനമായി ഞങ്ങൾക്ക് നൽകിയ തമ്പുരാനെ, അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ, ഈ പുതിയ ദിനത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പുത്രനിലൂടെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയാൽ നിറവേറ്റി മുന്നേറേണ്ടതാണെന്നും അതുവഴി എൻ്റെ മടക്കയാത്ര എത്ര സുഗമമാകുന്നതിനും അങ്ങേ കൃപാമാരിയാൽ എന്നെ നിറയ്ക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ വില കൊടുക്കുമ്പോൾ ഈ ലോകത്തിൽ ഞങ്ങൾ നേരിടുന്ന പേമാരിയാകുന്ന, കൊടുങ്കാറ്റാകുന്ന അന്ധകാര ശക്തികളെ അപ്പാടെ തൂത്തെറിഞ്ഞ് വിജയം വരിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓരോ നിമിഷവും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എനിക്ക് നൽകപ്പെട്ട ദൗത്യം പൂർവാധികം ശക്തിയോടെ നിറവേറ്റി സ്വർഗീയ ജെറുസലേമിലേക്ക് പ്രവേശിക്കുവാൻ തിരുഹൃദയ വണക്കമാസത്തിൻ്റെ 27-ാം നാൾ പ്രജ്വലിച്ച് വ്യാപരിക്കുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോയെ, അങ്ങേ ഹൃദയത്തെ വേദനിപ്പിക്കുവാൻ ഇന്ന് എൻ്റെ ഹൃദയത്തെ അനുവദിക്കരുതേ. വിശുദ്ധരുടെ മൊഴിമുത്തുകൾ. വിശുദ്ധ എമ്മ. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിശ്ചയിക്കുമ്പോഴാകും നമ്മൾ ഏറ്റവും വലിയ യോഗ്യത സമ്പാദിക്കുവാനുള്ള മാർഗത്തിലേക്ക് എത്തുന്നത്.